ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് എണീറ്റപാട് ഉമ്മറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയും നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഉമ്മറത്ത് വന്നിരുന്നു കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പാറ്റകൾ ഇങ്ങനെ പൊടിഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം അതിനിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോഴാണ് ധ്യാനൂട്ട് എണീറ്റ് വന്നത്. അപ്പോൾ ധ്യാനൂട്ട് എണീറ്റ് വന്ന പാടെ ഉമ്മറത്ത് ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മഴക്കൊന്ന് മാറിയപ്പോൾ ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയിട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി തൈയൊക്കെ ഇതുപോലെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. പഴുക്കാണ്ട് ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ സങ്കടം തോന്നിയിട്ടാ. പിന്നെ കാലത്തേക്ക് ഇന്ന് അമ്മ ദോശയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് ദോശ. അപ്പോൾ ധ്യാനൂട്ടിന് മുട്ട ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ പുട്ടും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പുട്ടും ഇന്നലത്തെ മീൻ കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് പുട്ടും മീൻ കറിയും കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് തലേ ദിവസത്തെ മീൻ കറി വെച്ചാൽ പറയാൻ വേണ്ട, അത്ര ടേസ്റ്റാട്ടോ അതൊക്കെ. അപ്പോൾ ധ്യാനൂട്ടിന് വേണ്ടിയിട്ടാട്ടോ ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ അവനങ്ങനെ പുട്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ. പുട്ടും മീൻ കറിയും കൂട്ടിയിട്ട് തലേ ദിവസത്തെ പുട്ടും മീൻ കറിയും കൂട്ടി കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇങ്ങനെ എനിക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. വേറെ എന്ത് കറി ഉണ്ടെങ്കിലും ഞാൻ പുട്ടിൻ്റെ കൂടെ മീൻ കറി എടുത്തിട്ടാട്ടോ കഴിക്കുക, മീൻ കറി ഉണ്ടെങ്കിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മീൻ വാങ്ങാൻ പോയതെന്ന് നല്ല ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെട്ടി നുറുക്കി ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ എടുക്കും കേട്ടോ. ഇവിടെ എപ്പോഴും സ്ഥിരമായിട്ട് മീൻ വാങ്ങുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പച്ചക്കറിത്തോട്ടമുണ്ട്. അപ്പോൾ ആ പച്ചക്കറിത്തോട്ടത്തേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് നമ്മൾ കൃഷി ചെയ്യുന്നോ അതിനൊക്കെ ഈ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കായിടാനും പൂവിടാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇത്. അപ്പോൾ സ്ഥിരമായി ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിറയെ കായൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ധ്യാനൂട്ടൻ പഴംപൊരി വേണമെന്ന് പറയണത്. അപ്പോൾ അമ്മ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആകെ ഒരു പഴം ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പഴം ഇങ്ങനെ റൗണ്ടനെ മുറിച്ചിട്ടാട്ടോ അമ്മ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പോൾ കുറേ പഴംപൊരി ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ മാങ്ങ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എടുത്തിട്ട് അമ്മ ജ്യൂസ് അടിച്ചെന്നു കേട്ടോ. അതും കുടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തി പൂ പൊട്ടിക്കാൻ പോയിട്ടോ. തല കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ധ്യാനൂട്ടനും വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ പൊട്ടിച്ചേരാ പറഞ്ഞിട്ട്. അപ്പോൾ ചെമ്പരത്തി പൂ നല്ല മേലെ കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഒരുവിധം പൊട്ടിച്ചെടുത്തു കേട്ടോ ഇലയും കൂടിയിട്ട്. അപ്പോൾ താരന് വേണ്ടിയിട്ടാണ് കേട്ടോ. താരന് മുടി കൊഴിച്ചിലൊക്കെ ഇങ്ങനെ കേട്ടോ മാറും കേട്ടോ. നല്ല സഹായിക്കും കേട്ടോ ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ അതിൽ ചെമ്പരത്തിപ്പൂവും ഇല ഇട്ട് കൊടുക്കും. പിന്നെ അതിൽ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഓഫാക്കിയിടാം കേട്ടോ. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇലയും ചണ്ടിയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ആ കൊഴുപ്പൊക്കെ ഇതിലേക്ക് വീഴണം കേട്ടോ. എന്നിട്ട് നമുക്ക് അരിച്ചൊഴിക്കാം കേട്ടോ. ഇങ്ങനെ അരിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് കുളിക്കുമ്പോൾ അത് തല കഴുകാൻ ഉപയോഗിക്കാം കേട്ടോ. നന്നായി തലയ്ക്ക് തണുപ്പും ഉറക്കവും ഒക്കെ കിട്ടും. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി കിട്ടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല മഴക്കാറ് വെച്ചിട്ടുണ്ട് കേട്ടോ.